യെശയ്യാ പ്രവചനം 55:8. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മതി, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തിൽ നിന്നൊരു ദൂതിന് വേണ്ടി, ഒരു സന്ദേശത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഈ പാപലോകത്തിലേക്ക് അയച്ച് നിഷ്ഠൂരന്മാരായ പാപികളാൽ ഞങ്ങൾക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് തകർക്കപ്പെട്ട കാൽവറിയിലെ സ്നേഹത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് കേരളത്തിൽ പരസ്യമായി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും പ്രസംഗിപ്പാനും അവസരം തന്നല്ലോ. ഒരുപാട് രാജ്യങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ പീഡനങ്ങളും തടസ്സങ്ങളും ഉള്ളപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള മഹാസ്വാതന്ത്ര്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പിതാവേ, ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ജനത്തെയും അവിടുന്ന് ആശീർവദിക്കണമേ. നിങ്ങളുടെ ദാസന്മാരെ ഓർക്കണമേ. കൂടി വന്ന മുഴുവൻ ജനത്തെയും സഹായിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനം ഇന്ന് രാത്രി നൽകി തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ? ഒന്നുകൂടെ നാം വായിച്ച വചനം നമുക്ക് വായിക്കാം. എല്ലാവരും, പുറത്തു നിൽക്കുന്നവരും അകത്തുള്ളവരും വചനം ശ്രദ്ധിച്ചാലും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഉയർന്ന ഒരു വഴി, താണ ഒരു വഴി. ദൈവത്തിന്റെ വഴി, മനുഷ്യന്റെ വഴി. ദൈവത്തിന്റെ വിചാരം, മനുഷ്യന്റെ വിചാരം. ഇവിടെ ഇതാ ദൈവം തമ്പുരാൻ മനുഷ്യനോട് പറയുന്നു, എനിക്ക് വിചാരമുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് വിചാരമുണ്ട്, എന്നെ കുറിച്ചല്ല, നിങ്ങളെ കുറിച്ച്. വിശദീകരിക്കാം. മനുഷ്യനെ കുറിച്ച് വിചാരപ്പെടുന്നു. ദൈവത്തെ കുറിച്ചല്ല വിചാരപ്പെടുന്നത്. ദൈവം മനുഷ്യനെ കുറിച്ച് വിചാരപ്പെടുന്നു. ദൈവത്തിന് വിചാരമുണ്ടോ? ദൈവത്തിന് വിചാരമുണ്ട്. എന്താ വിചാരപ്പെടുന്നത്? മനുഷ്യനെ കുറിച്ച് വിചാരപ്പെടുന്നു. ഒരിക്കൽ ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് തന്റെ ശിഷ്യന്മാരുമായി ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാറ്റുണ്ടായി. വെള്ളം ബോട്ടിലേക്ക് കയറാൻ തുടങ്ങി. അപ്പോൾ കർത്താവിന്റെ ശിഷ്യൻ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് ചോദിച്ചു, നിനക്ക് വിചാരമില്ലയോ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ? യേശു പറഞ്ഞു, വിചാരമുണ്ട്, പക്ഷെ നിങ്ങളുടെ വിചാരമല്ല. അതിനേക്കാൾ ഉന്നതമാണ് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള വിചാരം. ഈ ബോട്ടിൽ ഒരു കാറ്റല്ലാതെ, ഒരു തുള്ളി വെള്ളം പോലും കയറാതെ, അനങ്ങാതെ നിന്നെ അക്കരെ എത്തിക്കാൻ എനിക്കറിയാം. എന്നാൽ ഈ തിരമാലയുടെ നടുവിലും ഒരു പോറലേൽക്കാതെ നിന്നെ എത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് നിന്നെ അറിയിക്കാനാണ് ഈ കാറ്റ്. എനിക്ക് വിചാരമില്ലാത്ത കൊണ്ടല്ല, എന്റെ വിചാരത്തിന്റെ വലിപ്പം നിന്നെ അറിയിക്കാനാണ് ഈ കാറ്റ് നിനക്ക് വന്നത്. മനസ്സിലായെങ്കിൽ സ്തോത്രം ചെയ്യാം. ഇന്ന് രാവിലെയും ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ, കർത്താവേ നിനക്ക് വിചാരമില്ലയോ? എന്റെ കാര്യങ്ങൾ പലതും വൈകുന്നു, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പലതും വൈകുന്നു, എന്റെ പദ്ധതികൾ പലതും കുഴയുന്നു, നിനക്ക് വിചാരമില്ലയോ? ദൈവത്തിന്റെ ഉത്തരം, എനിക്ക് വിചാരമുണ്ട്, പക്ഷേ അത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉന്നതം. മനുഷ്യന് എത്ര ദൂരത്തിൽ കാണാൻ പറ്റും? മനുഷ്യൻ എത്ര വർഷത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും?
എന്തോ കാണാൻ പറ്റും? 50 കൊല്ലത്തെ കാര്യമല്ലേ ഈ കണക്ക് കൂട്ടുന്നേ? 100 കൊല്ലത്തെ കാര്യമല്ലേ ഈ കണക്ക് കൂട്ടുന്നത്? മനുഷ്യൻ എത്ര ദൂരത്തിൽ കാണാൻ പറ്റും? മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളെ, വ്യൂ, അവന്റെ കാഴ്ചപ്പാടിനെ 2ഓ 3ഓ ആയിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന്, ഗ്രൗണ്ട് ലെവൽ, ഭൂമിയിൽ നിന്നുകൊണ്ട് കാണാവുന്നത്. 2, ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാ കാണാവുന്നത്, റൂഫ് ലെവൽ. 3-മത് മൗണ്ടൻ ലെവൽ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വതത്തിൽ നിന്നാൽ കാണാവുന്നത്. ഇതിൽ കൂടുതൽ മനുഷ്യന് കാണാൻ പറ്റുമോ? ഭൂമിയിൽ നിന്നാൽ കാണുന്നതിന്റെ എത്രയോ ഇരട്ടി, എത്രയോ ദൂരത്തിൽ കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നാൽ കാണാം. വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്നാൽ അതിനേക്കാൾ എത്രയോ ദൂരത്തിൽ കാണാം. ഇവിടെ ഇതാ ഒരു വചനം പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ എത്ര ഉയരത്തിൽ നിൽക്കുന്നോ അത്രയും ഉയരത്തിലാണ് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള വിചാരം. ഈ കൺവെൻഷൻ നടക്കുന്നത് ഒരു പള്ളിക്കകത്തല്ല, പള്ളിമുറ്റത്തല്ല, പട്ടണത്തിന്റെ നടുവിലുള്ള പൊതു മൈതാനത്ത് വെച്ചാണ്. പള്ളിയില്ലാത്തത് കൊണ്ടല്ല, പള്ളിപ്പറമ്പില്ലാത്തത് കൊണ്ടല്ല. പട്ടണത്തിലൂടെ പോകുന്നവനും വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്നവനും ബസ്സിൽ ഇരിക്കുന്നവനും ടാക്സി സ്റ്റാൻഡിൽ കിടക്കുന്ന ടാക്സിയിൽ ഇരിക്കുന്ന ജോലിക്കാരനും പട്ടണത്തിലെ കച്ചവടക്കാരനും അറിയണം, നിന്നെ കുറിച്ച് വിചാരമുള്ള ഒരു ദൈവമുണ്ട്, നിന്നെ കുറിച്ച് വിചാരമുള്ള ഒരു ദൈവമുണ്ട്, നിന്നെ കുറിച്ച് വിചാരമുള്ള ഒരു ദൈവമുണ്ട്. തിരുവല്ല പട്ടണത്തിൽ ആരെങ്കിലും ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി എഴുതിയിട്ടുകൊള്ളുക, നിന്നെ കുറിച്ച് വിചാരമുള്ളൊരു ദൈവമുണ്ട്. രക്തം ജയം, രക്തത്താൽ ജയം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എനിക്ക് ഇന്ന് രാത്രി വളരെ സന്തോഷമുണ്ട്. കാരണം എന്റെ അപ്പൻ എന്നെ കുറിച്ച് വിചാരിച്ചതിനേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തെ കുറിച്ച് വിചാരിച്ചത്. രക്തം ജയം. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ആ ഭയം മാറിപ്പോകട്ടെ, ആ സംശയം മാറിപ്പോകട്ടെ, ആ നിരാശ മാറട്ടെ. എന്നെ കുറിച്ച് വിചാരമുള്ള ആരുമില്ലെന്ന് നീ പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി തിരുത്ത്, നിന്നെ കുറിച്ച് വിചാരമുള്ള ഒരു ദൈവമുണ്ട്. ആത്മഹത്യ എന്തുകൊണ്ട്? ആത്മഹത്യ എന്തുകൊണ്ട്? എനിക്ക് വേണ്ടി കരുതുന്ന ഒരാളില്ലെന്നുള്ള തെറ്റായ ധാരണ കൊണ്ടല്ലേ? കുഞ്ഞെ, നീ ഇവിടെ എങ്ങനെ വന്നു? നീ ഇവിടെ എങ്ങനെ വന്നു? ടെൻഷൻ. വിദ്യാഭ്യാസം കൊണ്ടൊന്നും ടെൻഷൻ കുറയ്ക്കാൻ പറ്റില്ലെന്ന് കേരളക്കാർ തെളിയിച്ചു. കാരണം സാക്ഷരതയിൽ 1-ാം സ്ഥാനം, ആത്മഹത്യയിൽ 1-ാം സ്ഥാനം. നമ്മളങ്ങനെ പുറകോട്ടൊന്നും പോയിട്ടില്ല ഒന്നിലും. അഥവാ പോയിട്ടുണ്ടെങ്കിൽ ധാർമ്മികതയിൽ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്തതിന്റെ യഥാർത്ഥ കാരണം? എന്തതിന്റെ യഥാർത്ഥ കാരണം? പിടിക്കാൻ ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട്. ഒരു സാധാരണ ഉദാഹരണം പറയാം, ചിരിക്കാനല്ല. ഈ പ്രൈവറ്റ് ബസ്സെ കയറിയിട്ട് നല്ല തിരക്കുള്ളപ്പോ ഈ മുമ്പിലത്തെ ഡോറെ നിൽക്കുന്ന ഒരു ജോലിക്കാരനുണ്ട്. എന്നാ പുള്ളിയെ വിളിക്കുന്നേ? എന്തെങ്കിലും ആട്ടെ. ആ പുള്ളി കൂടെ പറയും, ചേച്ചി മുകളിൽ പിടിച്ചോളാൻ. ഈ ചേച്ചി മോളി പിടിക്കുകയല്ല, അവർ ഈ സീറ്റല്ല പിടിക്കുന്നത്. ബ്രേക്ക് ഔട്ടുമ്പം വീഴുകയും ചെയ്യും. പുള്ളി കൂടെ പറയുന്നുണ്ട്, മോളിപ്പിടി. കാര്യം നിസ്സാരാണെങ്കിലും അതൊരു കാര്യമുള്ള കാര്യമാണ്. മോളിപ്പിടിയുണ്ടെങ്കിൽ വീഴത്തില്ല. പ്രൈസ് ദി ലോർഡ്. സൈഡിൽ 2 കൈ കൊണ്ട് പിടിക്കുന്നതിനേക്കാൾ നല്ലതാ മോളിൽ 1 കൈ കൊണ്ട് പിടിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ കണ്ട ആൾക്കാരെ മുഴുവൻ വട്ടമിട്ട് പിടിക്കുന്നതിനേക്കാൾ നല്ലതാ മുകളിൽ ഒരുത്തനെ പിടിയുണ്ടെങ്കിൽ ഈ സുനാമി വന്നാലും നീ വീഴത്തില്ല. ഒരുപാട് പേരെ കാണുന്നതിനേക്കാൾ നല്ലതാ കാണേണ്ടവനെ കണ്ടാൽ. ഒരുപാട് പേരെ വിളിക്കുന്നതിനേക്കാൾ നല്ലതാ വിളിക്കേണ്ടവനെ വിളിച്ചാൽ. ഒരുപാട് പേരുടെ മുമ്പിൽ മുട്ടുകുത്തുന്നതിനേക്കാൾ നല്ലതാ മുട്ടുകുത്താൻ യോഗ്യനായവന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യയില്ലായിരുന്നു. എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരുവനുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യയില്ലായിരുന്നു. എനിക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരുവനുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ചാടി എഴുന്നേൽക്കുമായിരുന്നു. വിചാരപ്പെടുന്ന ഒരു ദൈവം
അതെ, എനിക്ക് ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, വിചാരപ്പെടുന്നൊരു ദൈവം. അതിന്റെ മറുവശം പറയണ്ട. കാരണം വിചാരപ്പെടാത്ത, കാണാത്ത, കേൾക്കാത്ത, അറിയാത്ത ഒക്കെ ദൈവശാസ്ത്രത്തിന്റെ നടുവിലാണ് നമ്മൾ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനെ കുറിച്ച് വിചാരമുള്ളൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ദൈവത്തെ കുറിച്ചൊന്നും വിചാരപ്പെടുന്നൊന്നുമില്ല. ദൈവം മനുഷ്യനെ കുറിച്ച് വിചാരപ്പെടുന്നു. നിന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവത്തെ നീ അറിഞ്ഞാൽ നിനക്ക് ജീവിതത്തിൽ മാറ്റം വരും. മതങ്ങൾ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഊഹങ്ങൾ വെച്ച് പലതും അങ്ങ് പഠിപ്പിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് എത്താൻ പറ്റാതെ ആളുകളെ കുഴച്ചു കളഞ്ഞു. ഒരു മനുഷ്യനെ ഒരു കാര്യം പഠിപ്പിക്കാൻ 1 മണിക്കൂർ വേണമെങ്കിൽ അവൻ പഠിച്ചിരിക്കുന്ന ഒരു സംഗതി അവന്റെ അകത്തുനിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ 12 മണിക്കൂർ വേണമെന്നാ കണക്ക്. അപ്പൊ സുവിശേഷം സിമ്പിളാ. ഇത് അകത്തോട്ട് കയറാൻ തന്നെ വെച്ചാൽ വേറെ ഏതാണ്ട് അകത്തിരിപ്പുണ്ട്. സുവിശേഷത്തിനകത്ത് തന്നെ ഇതിന് മാത്രം പറയാനുള്ള ഈശോ മിശിഹ എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ചു, അത് വിശ്വസിക്കുന്നവന് നിത്യജീവൻ. ഇതിനകത്ത് ഇത്രയും വലിയ കാര്യമുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇതങ്ങോട്ട് കടക്കാൻ തന്നെ വെച്ചാൽ വേറെ ഏതാണ്ടല്ല അകത്തുണ്ട്. അതാര് കൊടുത്തതാ? മതങ്ങൾ കൊടുത്തതാ. മതങ്ങൾ കൊടുത്ത തെറ്റിദ്ധാരണ നിമിത്തം ക്രൂശ് വ്യർത്ഥമാകുന്നു. ക്രൂശിന്റെ ആ വിടുതൽ, ആ മോചനം മനുഷ്യന്റെ അകത്ത് വേണ്ടവണ്ണം വ്യാപരിക്കുന്നില്ല. വാസ്തവത്തിൽ കടിച്ചാൽ പൊട്ടാത്തൊരു പുസ്തകം അല്ല ബൈബിള്. മനസ്സിലാകാത്ത ഒരു സന്ദേശം അല്ല സുവിശേഷം. പിന്നെ ഞങ്ങൾ പറഞ്ഞു പിടിച്ചു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടാതെ പോകും. ഞങ്ങളുടെ ഈ ആവേശവും ഞങ്ങൾക്ക് ഈ സന്തോഷം എല്ലാം വരുമ്പോൾ ഞങ്ങളങ്ങ് സ്പീഡ് കൂടും. അന്നേരം നിങ്ങൾക്ക് പിടികിട്ടാതെ പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ സുവിശേഷം സിമ്പിളല്ലേ. ഈശോ മിശിഹ ഉപമ പറഞ്ഞത് തന്നെ 100 ആടുണ്ടെന്നിരിക്കട്ടെ, 100 കമ്പ്യൂട്ടർ ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല. കാരണം ഈ സാധാരണക്കാരനെ എപ്പോഴും ബൈബിൾ നോക്കുന്നത്, സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയെ ബൈബിളിലുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നതാ സുവിശേഷം. എന്നാൽ പിന്നെ കുറെ ഞങ്ങളുടെ കുഴപ്പം, ഞങ്ങൾ ഈ പറഞ്ഞു വരുമ്പോൾ അങ്ങ് ധൃതി കൂടി പോകും. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, മാക്സിമം നിർത്തി പറയാം, നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ പറയാം. സുവിശേഷം വളരെ ലളിതമാണ്. എന്നാൽ ഇത് ഏതാണ്ട് ഭയങ്കര മലകേറുന്ന പോലെയുള്ളൊരു വിഷയമായിട്ട് ആളുകൾക്ക് തീർന്നിരിക്കുന്നത് വേറെ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ അകത്ത് കയറിപ്പോയി. ബൈബിളിലില്ലാത്ത എത്രയോ വാക്യങ്ങളാ ബൈബിളിലുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. താൻ പാതി ദൈവം പാതി. അത് ബൈബിളിലില്ല. അവനവന്റെ വിശ്വാസം അവനവനെ പൊറുപ്പിക്കും. അത് ബൈബിളിലില്ല. ഇങ്ങനെ എന്തെല്ലാം സാധനങ്ങളാ. ഇത് 1-2 പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് കുറെ ബോധ്യങ്ങളുണ്ട്. ഈ ബോധ്യങ്ങളെ ഡിലീറ്റ് ചെയ്യാനാണ് വലിയ കഷ്ടപ്പാട്. അതങ്ങ് പൊളിക്കാമെങ്കിൽ സത്യം പെട്ടെന്ന് അകത്തോട്ട് കയറും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ചിരിഞ്ഞ ശിശുക്കളെ പോലെ ആകാൻ. നമ്മൾ കൊച്ചുങ്ങളോട് പറയുന്ന മക്കളെ ഞങ്ങളെ കണ്ടുപിടിക്കാൻ. ഈശോ മിശിഹ പറഞ്ഞു നിങ്ങൾ കൊച്ചുങ്ങളെ പോലെ ആകാൻ. നമ്മൾ കൊച്ചുങ്ങളോട് പറയാ നിങ്ങൾ ഞങ്ങളെ പോലെ ആകാൻ. ഇതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏതായാലും നമ്മൾ പറഞ്ഞത് ഒക്കും. അവരധികം താമസിക്കാതെ നമ്മളെ പോലെ ആവും. അത് മിക്കവാറും വിജയിച്ചിരിക്കുക. നമ്മൾ എന്ന് അവരെ പോലെ ആവുമോ അത് തമ്പുരാന് സന്തോഷാവും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന് നമ്മളെ കുറിച്ച് വിചാരമുണ്ട്. പക്ഷേ അതിന്റെ ആ പദ്ധതിയുടെ വലിപ്പം, അതിന്റെ ആഴം നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം എന്തൊക്കെയോ തടസ്സങ്ങൾ നമ്മിൽ വന്നു കയറി. പ്രധാനമായും മതങ്ങൾ കെട്ടിയ കെട്ടുകളാണ്. മതങ്ങൾ കൊണ്ടുവന്ന വ്യാജമായ പഠിപ്പിക്കലുകളും തെറ്റായ ധാരണകളും ഒക്കെയാണ്. ക്രിസ്തു മതം തന്നെ എത്രയോ ബൈബിളിൽ നിന്ന് അകന്നുപോയി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങളുടെ പിറവത്തൊരു കല്യാണം, ആ പെൺകുട്ടി മാത്രം ഈ സുവിശേഷം പൂർണ്ണമായി വിശ്വസിച്ചനുസരിച്ചതാണ്. അപ്പോ അതിന്റെ കല്യാണത്തിനൊക്കെ പോയിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് അവരുടെ ഒരു വണ്ടിയെ വരിക. വണ്ടി കുറെ ആളുണ്ട്. ഞാനും വേറെ 1-2 പേരും വണ്ടിയിൽ ഇരിക്കുമ്പോൾ പ്രായമുള്ള അമ്മച്ചിമാർ ഞങ്ങളുണ്ടെന്നുള്ളത് അറിയാതെ വണ്ടി ഇരുന്നുകൊണ്ട് പറയാ, എടി തങ്കമ്മേ ഇന്നത്തെ കല്യാണം കേട്ടോ, ഇവര് പറയുന്ന മുഴുവൻ ശരിയാ. ശരിക്കും പറഞ്ഞാൽ ഇവര് പറയുന്നത് ശരി. നമ്മുടെ കല്യാണം എന്തുവാ, വല്ലോ തിരിയുവോ, ഇരുന്നോണ്ട് കേൾക്കാൻ പറ്റുമോ, എല്ലാം നിന്നോണ്ട് കുറെ നേരം ഏതാണ്ടൊക്കെ പറയും, നമുക്ക് വല്ലതും മനസ്സിലാവും. ഇത് അവര് പറഞ്ഞതാ. അപ്പൊ എനിക്ക് മനസ്സിലായി പബ്ലിക്കിലെ ഒരു സംഭാഷണമായത്. ഇവര് പറയുന്നതാ ശരി, എന്നാൽ നമുക്കിപ്പോ അത് അങ്ങനെയൊക്കെ സമ്മതിക്കാൻ പറ്റുമെന്ന് അവിടെ അടുത്ത മറ്റേ അമ്മച്ചി ചോദിക്കുക. അത് തന്നെ ഇത് നാട്ടിലെ സംഭാഷണം ചോർത്തിയെടുത്തതാ. സ്തോത്രം. ഇവര് പറയുന്നതാ ശരി.
അപ്പൊ ആളുകൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങി. ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ട? ഇനി അടുത്തൊരു സ്റ്റെപ്പ് അങ്ങ് വെച്ചാ മതി. രാഷ്ട്രദീപിക കേരള ശബ്ദത്തിന്റെ റിപ്പോർട്ട് 1,85,000 പേര് വിശ്വാസ സ്നാനം സ്വീകരിച്ചെന്ന് ഈ വർഷം എറണാകുളം ജില്ലയില്. ദേവാലയങ്ങൾ പൂട്ടിപ്പോകാതിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കണമെന്ന്. ഇല്ല, പൂട്ടത്തില്ല. വിഗ്രഹങ്ങൾ എടുത്തു മാറ്റുക, ആരാധന നമുക്ക് അവിടെ തുടങ്ങാം. കാരണം ഹോള് പണിയൊക്കെ ഈ കാലത്ത് വലിയ പാടാ. ഇതിനെല്ലാം സ്ഥലവും സൗകര്യങ്ങളും കിട്ടാനില്ല. ഉപദേശം നേരെ പഠിപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് നിൽക്കാവുന്ന എന്താ പ്രശ്നം? ദൈവവചനത്തിന്റെ സത്യങ്ങളിലേക്ക് എല്ലാവരും ഒരുമിച്ച് മടങ്ങി വരട്ടെ. ആരാധനയ്ക്കായി ഒരുമിച്ച് നിൽക്കാം. ഭാരതത്തിൽ ദൈവം എന്തോ ചിലത് ചെയ്യാൻ പോകുന്നു. ഭാരതത്തിൽ എന്തോ ദൈവം ചെയ്യാൻ പോകുന്നു. ഇതെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എന്തോ ചെയ്യാൻ പോവുക. കാര്യങ്ങൾ മനുഷ്യനെ മനസ്സിലാകാതെ വണ്ണം പിശാച് മനുഷ്യന്റെ കണ്ണ് കുരുടാക്കി. മതങ്ങൾ മനുഷ്യനെ വ്യാജമായ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് സത്യത്തിൽ നിന്ന് അവന്റെ മനസ്സിനെ മാറ്റിക്കളഞ്ഞു. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള വിചാരം എന്താണ്? എന്താ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള വിചാരം? സാധാരണഗതിയിൽ നമ്മളൊക്കെ നമ്മുടെ ബാധിക്കുന്ന വ്യക്തിപരമായ പ്രശ്നത്തിന് മുമ്പിലാണ് ഈ വാക്യം എടുക്കുന്നത്. വ്യക്തിപരമായിട്ട് ഈ വാക്യം എടുക്കാം. ഈ ഡിസംബർ 31 രാത്രി പ്രാർത്ഥിച്ചു കഴിഞ്ഞേച്ച് യോഗം തീരുമ്പോൾ ഒരു വാക്യം കിട്ടാറില്ലേ? മിക്കവാറും പേർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനകത്ത് കിട്ടുന്നതിൽ നമ്പർ 1 വാക്യം ഇത് മിക്കവാറും കിട്ടും. അതെങ്ങനെയാ കിട്ടുന്നത്? ഇങ്ങനെ ഈ നല്ല വാക്യം നോക്കി സെലക്ട് ചെയ്ത് എഴുതുന്ന. അതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു ദോഷവും നിനക്ക് ഭവിക്കില്ല എന്നൊരു വാക്യം കിട്ടി. അതുകൊണ്ട് ആ പുള്ളി നടക്കുക. ഇതാരാണ് ഈ നീ എന്നുള്ളത് അതിന്റെ 1-ാം വാക്യത്തിലാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നെഴുകയും കീഴിൽ പാർക്കുകയും ചെയ്യുന്നവന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. അവിടെ പോയില്ല, ഇടയ്ക്കുന്ന എടുത്തതാ. ഇതും കൊണ്ട് ഈ പുള്ളി നടക്കുക. ഇതാര് തുടങ്ങിയതാ? ഇത് തുടങ്ങിയത് ആരാന്നൊക്കെ പറയാം. ഈ ഫാസ്റ്റ് ഫുഡ് യുഗത്തിലെ ഒരു ടെക്നിക്ക്. എല്ലാം സ്പീഡിലല്ലേ, എല്ലാം ഈ വേദപുസ്തകം ധ്യാനിച്ച് അതിൽ നിന്നൊരു ദൈവശബ്ദമൊക്കെ കേൾക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഇത് ഒരെണ്ണം ഇങ്ങ് എടുക്കുക, സ്ഥലം വിടുക. മൊത്തം തിരക്ക് പിടിച്ചൊരു പരിപാടിയാ. അപ്പൊ പുസ്തകം വായിക്കുകയും വേണ്ടല്ലോ. ഇതിങ്ങനെ സോപ്പൊട്ടി പോലെ ഒരു പെട്ടിക്കകത്ത് ഇപ്പൊ ഇതൊക്കെ മേടിക്കാൻ കിട്ടും, ഇവിടെയൊക്കെ കിട്ടും. ഇത് മേടിച്ച് കൈ വെക്കുക, ഒരെണ്ണം എടുക്കുക. അപ്പൊ അത് വിഷമിക്കുകയാണോ? എന്റെ ദൈവമേ, ഇനിയിപ്പോ അത് വേണ്ടെന്നാണോ പറയുന്നത്? അല്ലാതെ ഇരുന്നോട്ടെ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ, സിനിമാ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നതിനേക്കാൾ വേദപുസ്തകത്തിൽ ഒരു വാക്യം കൊണ്ട് നടന്നോളൂ, ഒരു കുഴപ്പമില്ല. എന്നാലും ആ വാക്യത്തിന്റെ മുകളിൽ എന്നാന്ന് നോക്കുന്നത് നല്ലതല്ലേ? അപ്പൊ ആ വാക്യം നമ്മളോട് ഇടപെട്ടെങ്കിൽ അതിന്റെ മുകളിലുള്ളത് നോക്കണം, താഴെയുള്ളത് നോക്കണം. ഇങ്ങനെ ഈ പുസ്തകത്തിനകത്ത് നമ്മളെ ഇറക്കാതിരിക്കാനുള്ള സാത്താന്റെ ഒരു ചെറിയ തന്ത്രമാണോ ഇതൊന്നും എനിക്ക് സംശയമുണ്ട്. തിരുവെഴുത്തിൽ മനുഷ്യൻ ധ്യാനത്തിന് സമയമെടുക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. എന്നാലും പലപ്പോഴും നാം ധൃതി പിടിച്ച് ഏതെങ്കിലും ഒരു വാക്യത്തെ ആശ്രയിച്ചു പോവുകയും അതിനോട് ബന്ധപ്പെട്ട കഥകളൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് മുന്നോട്ട് പോവാം. ഈ വാക്യം പലപ്പോഴും വ്യക്തിപരമായിട്ട് എടുക്കാറുണ്ട്. എങ്ങനെ വ്യക്തിപരമായിട്ട്? കൊച്ചിന് ജോലി കിട്ടാതിരുന്ന് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഈ വാക്യം മനസ്സിലിടപെട്ടു. നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ഒരസുഖം വന്നു, കുറെ നാൾ ചികിത്സിച്ച് മാറിയില്ല, അത് കഴിഞ്ഞ് പെട്ടെന്ന് മാറി. നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ. ഒരു വണ്ടിക്ക് കാത്തിരുന്നു, ഒരു സെക്കൻഡ് ഹാൻഡ് മേടിക്കാമെന്ന് ഓർത്തിരുന്നപ്പോ പുതിയത് കിട്ടി. നിങ്ങളുടെ വഴികളല്ലോ എൻ്റെ വഴികൾ. ആകാശം ഭൂമിക്ക് വീതം ഉയർന്നിരിക്കും. ഒരു ചെറിയ വീട് വെക്കണമെന്ന് ഓർത്തിരുന്നപ്പോൾ പണത് വന്നപ്പോ വലിയ വീടായി. ആകാശം ഭൂമിക്ക് വീതം ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ. അന്നത്തെ സാക്ഷി കേൾക്കണം. ഇതിനൊക്കെ കുഴപ്പമുണ്ടെന്നാണോ പാസ്റ്റർ പറഞ്ഞു വരുന്നത്? ഒരു കുഴപ്പമില്ല. എന്നാൽ അതിനപ്പുറത്ത് ആ വചനത്തിന് അർത്ഥമുണ്ട്. അതിനപ്പുറത്ത് ആ വചനത്തിന് അർത്ഥമുണ്ട്. ഏത് വചനവും നമ്മുടെ കൊച്ചു ഹൃദയത്തിൽ നമ്മുടെ കൊച്ചു വിഷയത്തോട് ബന്ധിപ്പിച്ചെടുക്കുന്നതിന് ദൈവത്തിന് ഒരു പിണക്കുമില്ല. എന്നാൽ അവിടെ കൊണ്ട് വിടരുത്. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള വിചാരത്തെ പരിമിതിപ്പെടുത്തരുത്. ഒരു പഴയ കാറാണോ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം? ഒരു നല്ല ഇടി വെട്ടിയാൽ പൊടിഞ്ഞു പോണ ഒരു കെട്ടിടമാണോ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം? ആണോ? നാളെ പിരിഞ്ഞു പൊക്കോ, ഇന്ന് ജോലി തീർന്നെന്ന് പറഞ്ഞു വിടുന്ന കമ്പനിയിൽ ഒരു ജോലി കിട്ടുന്നതാണോ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം? എന്നാൽ അത് വേണം.
മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി, അതോടുകൂടെ ഇതൊക്കെയും ജോലി, വീട്, കാറ്, ഭാര്യ, മക്കൾ ഒക്കെ തമ്പുരാൻ തരും. എന്നാൽ ദൈവത്തിന്റെ വിചാരം നിനക്കൊരു വീട് കിട്ടുന്നതോടുകൂടെ തീർന്നില്ല, നിനക്കൊരു കാറ് കിട്ടുന്നതോടുകൂടെ തീർന്നില്ല, നിന്റെ മകനൊരു നല്ല കല്യാണം നടക്കുന്നതോടുകൂടെ തീർന്നില്ല. അതെന്തോ പിന്നെ? അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. ശ്രദ്ധിക്കുക, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം നിത്യതയാ, നിത്യതയാ. ബൈബിൾ മുഴുവൻ ഇന്ന് രാത്രി ഞാൻ പറയാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറയാം. ഒടുവിലത്തെ പുസ്തകം, ഇനിയും മരണമുണ്ടാകയില്ല, ദുഃഖവും ഉറവിളിയും കഷ്ടതയും ഉണ്ടാകയില്ല, ശാപവിനി ഉണ്ടാകയില്ല. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. എന്റെ പൊന്നെ, അതാണോ നിത്യത? ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര വലിയവ! ഇന്ന് രാത്രിയിൽ കരിസ്മ ക്രൂസൈഡിൽ സംബന്ധിക്കുന്നവരെല്ലാവരും യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകണം, ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര വലിയവാ, നിന്റെ വിചാരങ്ങൾ എത്ര വലിയവാ. ഓ ജീസസ്, ഓ ജീസസ്, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നഷ്ടപ്പെടുമ്പോ നമ്മൾ കരയും. എന്നാൽ ആ നഷ്ടത്തിനകത്തൂടെ വലുതൊരെണ്ണം തരുമ്പോ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. എത്ര 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 ഉദാഹരണങ്ങൾ പറയാനുണ്ട്. എല്ലാം ഒന്നും ഇപ്പൊ പറയാൻ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി ദൈവം അങ്ങ് അടച്ചു. പാപം ചെയ്ത മനുഷ്യൻ ജീവവൃക്ഷത്തിലേക്ക് കൈ നീട്ടാതിരിക്കാൻ ദൈവം അത് തടഞ്ഞു. അപ്പൊ ദൈവം അത് തടഞ്ഞല്ലോ, അല്ലേ? ഒരു നന്മ ദൈവം അങ്ങ് തടഞ്ഞല്ലോ. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള വിചാരമാണ് അവിടെയും കാണുന്നത്. ഏത് തടസ്സം കണ്ടാലും ദൈവത്തിന്റെ വിചാരമാണ് ഞാൻ അതിനകത്ത് കാണുന്നത്. ഏതെങ്കിലും ഒരു മുടക്കം വന്നാൽ, ഏതെങ്കിലും ഒരു ബ്ലോക്ക് വന്നാൽ, ഏതെങ്കിലും ഒരു തടസ്സം വന്നാൽ, ഏതെങ്കിലും ഒരു നിലവിളിയുടെ അനുഭവ ജീവിതത്തിൽ വന്നാൽ, അപ്പോൾ നീ ഓർക്കണം, എന്റെ ദൈവമേ, നിന്റെ വിചാരങ്ങൾ എത്ര വലിയവാ, നിന്റെ വിചാരങ്ങൾ എത്ര വലിയവാ. ഈ വചനം മനസ്സിലാകണേ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് പറഞ്ഞു തരണം. പ്രസംഗത്തിന്റെ സാഹിത്യ ഭംഗിക്കകത്ത് മെസ്സേജ് നഷ്ടപ്പെട്ടു പോകരുത്. പ്രാർത്ഥനയോടുകൂടെ ചെവി തുറന്ന് കേൾക്കുക. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ ദൈവം തടയുമ്പോൾ ഓർത്തുകൊള്ളുക, ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം ചെറുതല്ല, വലുതാണ്. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം ചെറുതല്ല, വലുതാണ്. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം താൽക്കാലികമല്ല, നിത്യമാണ്. ജീവവൃക്ഷം തടഞ്ഞു. എന്റെ ദൈവമേ, ഇതെല്ലാം തരാത്തെ. ദൈവ ത്രിത്വത്തിന്റെ പ്രഖ്യാപനം കേൾക്കുക. അവർ പാപം ചെയ്തിരിക്കുന്നു, ഇനിയും ജീവവൃക്ഷത്തിൽ നിന്ന് അവർ കൈനീട്ടാൻ പാടില്ല. എന്താ കാര്യം? അവനെ വീണ്ടെടുക്കണമെന്ന് ദൈവത്തിന് പ്ലാനുണ്ട്. പാപിയായി അവൻ തുടരരുത്. അതുകൊണ്ട് ദൈവം അത് തടഞ്ഞു. എന്നേക്കുമായി തടഞ്ഞില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ആ ജീവവൃക്ഷം തിരികെ വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ വിചാരം എന്തുവാ? ഇതിനിടെ പറയാം, ഭൗതിക കാര്യത്തിനകത്തോടെയൊക്കെ ദൈവം ഇത് പഠിപ്പിച്ചു തരും. ഒരു ജോലി ദൈവം അങ്ങ് കളയുക, അല്ലെ? ഒരു ബിസിനസ് ചിലപ്പോ നഷ്ടപ്പെടുക, ഒരു നന്മ ചിലപ്പോ അങ്ങ് തള്ളിക്കളയുക, കൈ കിട്ടാറായപ്പോ ഇല്ലാതെ പോവുക. അന്നേരം ഓർത്തോണം, ദൈവത്തിന് നിന്നെ കുറിച്ച് വലിയ വിചാരമുണ്ട്. ദൈവത്തിന് നിന്നെ കുറിച്ച് ഇതിനേക്കാൾ വലിയ വിചാരമുണ്ട്. ഞാനൊരു ദൂത് പറയാം, ഈ വർഷത്തിൽ നിനക്ക് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ വലുത് നിനക്ക് തരുവാൻ ദൈവത്തിന് പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ആ ചെറുത് നിന്റെ കയ്യിൽ നിന്ന് പോകുവാൻ ദൈവം അനുവദിച്ചത്. ഇന്ന് രാത്രി മനസ്സ് തുറന്ന് കൈ ഉയർത്തിക്കൊണ്ട് പറ, ദൈവമേ, നിന്റെ വിചാരം എത്ര വലുത്, ദൈവമേ, നിന്റെ വിചാരം എത്ര വലുത്. രക്തത്താൽ ചെയ്യാം. ദൈവത്തിന്റെ വിചാരം എന്താണ്? ദൈവത്തിന്റെ വഴി എന്താണ്? ദൂതന്മാർ ദൈവത്തിനുണ്ട്. പക്ഷെ ദൂതന്മാരെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ബൈബിളിൽ കാണുന്നില്ല.
ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു എന്നും കാണുന്നില്ല. നമ്മൾ പിന്നെ പാടും, അങ്ങനെയൊക്കെ പാടും, സാരമില്ല, അക്ഷരത്തെ പിടിച്ചൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട. എങ്കിൽ പോലും ആഴത്തിൽ പഠിക്കുന്ന ദൂതന്മാർ ദൈവത്തെ സ്തുതിച്ചു എന്നുണ്ട്. അത് ഒരുത്തനോടൊരുത്തനാ, ദൈവത്തെ അല്ല. ദൈവമേ നീ പരിശുദ്ധനാകുന്നു നമുക്ക് പറയാം, പക്ഷെ ദൂതന്മാര് പറയുന്നു ഒരുത്തനോടൊരുത്തനോ. എടോ ദൈവം എത്ര വലിയ ആളാന്ന് അവര് തമ്മിലാ പറയുന്നത്. എന്നാന്നറിയോ, അത്രയ്ക്കുള്ള ബന്ധമേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടർ കയറി വരുമ്പോൾ ഡ്യൂട്ടി ഇരിക്കുന്ന പോലീസുകാരൻ സലൂട്ട് അടിക്കുന്ന സ്നേഹം കൊണ്ടല്ല, ഉദ്യോഗം കൊണ്ടാ. ഡ്യൂട്ടിയിൽ ഇല്ലെങ്കിൽ അടിക്കത്തുമില്ല. എന്നാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് യോഗത്തിന് വന്ന് നിങ്ങൾ ഈ കീബോർഡ് ഇടുമ്പോഴല്ല. ദൈവം നമുക്ക് ഇത്രയും നല്ല കലാകാരന്മാരെ തന്നല്ലോ, എന്നാ താളമായത്. എന്റെ പൊന്നെ കണ്ണു തള്ളിപ്പോയി. ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ചാടിപ്പോവും, അത് വേറെ വിഷയം. ഹല്ലേലൂയ. പണ്ട് നമുക്ക് ഇതുവല്ലോ ഉണ്ടോ, കൈ കൊട്ടാൻ തന്നെ അറിയാൻ മേലായിരുന്നു. എന്നാൽ ഇപ്പൊ സംഗതി മാറി, ഇപ്പൊ സംഗതി വളരെ മനോഹരമായിരിക്കുന്നു. എന്നാൽ ഇത് ഇല്ലാത്തപ്പോഴോ ജയിലിനകത്ത് കയ്യും കാലും ഒക്കെ കെട്ടി, പിന്നെ എന്നാ കൊട്ടുന്നേ? പക്ഷെ അന്നേരമാ ശരിക്കും പാടിയത്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ പരിപാടി എത്ര വലുത്. അതായത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് നിയമം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാ. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും 3 ഹല്ലേലൂയ പറയണമെന്ന് നിയമമുള്ളത് കൊണ്ടല്ല, പറയാതിരിക്കാൻ മേലാത്തോട്ട് പറയുക. നടക്കുന്ന വഴി മുഴുവൻ കണ്ണ് നിറഞ്ഞു പോവുക. ദൈവത്തിന്റെ വിചാരങ്ങൾ എത്ര വലുത്, മറ്റുള്ളവർ കാണുന്നുണ്ടോ നോർത്ത് മുഖം പൊത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാ. ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര വലുത്. ഓ ജീസസ്. ഞാൻ പണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയില് സഭായോഗത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ മാത്തുക്കുട്ടി എന്ന പേരുള്ള ഒരു സഹോദരൻ ഇരുന്ന് കരയുക. എന്റെ ചെറിയ കൊച്ചു പതുക്കെ ചെന്ന് പുള്ളിയുടെ മടി കയറിയിട്ട് ചോദിക്കുക, അച്ചാച്ച എല്ലാം പറ്റിയേ, എല്ലാ പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ ഞാൻ പപ്പയോട് പറയാം. ഹല്ലേലൂയ. പിള്ളേർക്ക് മനസ്സിലാകില്ല ഇത് എന്തിനാ കരയുന്നെന്ന്. ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, എല്ലാം ഉള്ളത് കൊണ്ടാ. ഒന്നും പോയിട്ടല്ല, എല്ലാം കിട്ടിയത് കൊണ്ടാ. ഒരു യോഗ്യതയും ഇല്ലാത്തടത്ത് തികച്ചും അയോഗ്യതയുടെ നടുവിൽ ദൈവത്തിന്റെ കരുതൽ ഓർത്താൽ, ദൈവത്തിന്റെ പദ്ധതികൾ അറിഞ്ഞാൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ബസ്സിലും ട്രെയിനിലും കിടക്കയിലും വീട്ടിലും ഡൈനിങ് റൂമിലും ഭക്ഷണം കഴിക്കുന്നിടത്തും കണ്ണ് നിറഞ്ഞൊഴുകി ദൈവത്തെ സ്തുതിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തൻ. ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര വലിയവാ. ദൈവത്തിന്റെ വിചാരങ്ങളെ കുറിച്ച് എനിക്ക് നിങ്ങളോട് വളരെ പറയാനുണ്ട്. ഭൗതികത്തിനകത്തൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുക. ഓരോരുത്തരും ഓർത്തു നോക്കൂ, ഞാൻ എന്തൊരു ഉദാഹരണം പറയണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദൈവം വലുത് വിചാരിച്ചു എന്ന് നമുക്കറിയാം. എന്നാൽ കുറെ കൂടി ആഴത്തിലേക്ക് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പോകാൻ ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ പ്ലാനിൽ, പദ്ധതിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ പദ്ധതികൾ തകർക്കപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 5-6 അധ്യായങ്ങളിൽ കാണുന്ന മനുഷ്യർക്ക് 1000 കൊല്ലം വരെ വയസ്സാ. 500ാം വിവാഹ വാർഷികമൊക്കെ അവർ നടത്തിയിരുന്നു. നമ്മൾ 50 നടത്തിയാൽ അവാർഡാ. അവരെങ്ങാനും ഈ പത്രം കണ്ട എന്തൊരു ഗതികേടായിരിക്കും. ചിന്തിക്കേണ്ടത് ദൈവത്തിന്റെ വിചാരങ്ങൾ എത്രയാ. 1000 കൊല്ലം വരെ ജീവിച്ചു പാപം ചെയ്ത മനുഷ്യൻ. അപ്പം ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്രയാ? നിന്റെ വിചാരമോ ദൈവത്തിന്റെ സാദൃശ്യത്തിലാ നിന്നെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ആത്മാവിനെയാണ് നിന്റെ ഉള്ളിൽ തന്നത്. മരിക്കാനല്ല. ശവപ്പെട്ടി ദൈവത്തിന്റെ പ്ലാനിൽ ഇല്ല. സെമിത്തേരി ദൈവത്തിന്റെ പദ്ധതിയിൽ ഇല്ല. നിത്യതയാണ് ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ടാണ് യേശു ലോകത്തിൽ വന്നിട്ട് ശവടക്ക് പോലും ക്യാൻസൽ ചെയ്യിപ്പിച്ചത്. നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഡെഡ് ബോഡി എടുക്കും, 10 മണിക്ക് സെമിത്തേരിയിൽ ശുശ്രൂഷ ആരംഭിക്കുമെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. 8:30 മണിക്ക് വഴിക്ക് വെച്ച് യേശു ആളെ ഉയർപ്പിച്ചു. സെമിത്തേരിയിൽ നിൽക്കുന്നവരുടെ ഗതി ഒന്ന് ഓർത്ത് നോക്കി. അല്ല, ചിന്തിക്കാൻ പറഞ്ഞതാ.
ഇവരെ ആരറിയിക്കാൻ പോകും? ഈ സന്തോഷത്തിൽ ആരും സെമിത്തേരിയിലോട്ട് പോകുന്നില്ല. അവര് മണിക്കൂറുകൾ നിന്ന് കഷ്ടപ്പെടുകയാ. ദൈവത്തിന്റെ പദ്ധതിയിൽ സെമിത്തേരിയില്ല, ദൈവത്തിന്റെ പദ്ധതിയിൽ ശവപ്പെട്ടിയില്ല. ഈ കുരിശ് ശവപ്പെട്ടിയെ വെക്കാൻ ഉണ്ടാക്കിയതല്ല, കുരിശ് സെമിത്തേരിയിൽ കുത്തി നാട്ടാൻ ഉണ്ടാക്കിയ കമ്പല്ല. കുരിശ് നിന്റെ ന്യായവിധി മാറ്റുവാൻ ദൈവം ഒരുക്കിയ മാർഗമാണ്. ദേശമേ, ദേശമേ കേട്ടുകൊള്ളുക, ശവക്കോട്ടയിൽ കുത്തി നാട്ടുവാൻ ഉണ്ടാക്കിയതല്ല കുരിശ്, ശവപ്പെട്ടിയിൽ വരച്ചു വെക്കാൻ ഉണ്ടാക്കിയതല്ല കുരിശ്. നിന്റെ ശാപം, നിന്റെ രോഗം, നിന്റെ ന്യായവിധി ഏറ്റെടുക്കുവാൻ ദൈവം ഒരുക്കിയ മാർഗമാണ് കുരിശ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. എന്താ കുരിശ്? പെട്ടിയെ വരയ്ക്കാനുള്ള പടമോ? അബദ്ധം പറയരുത്. മരണം കൊണ്ടുവന്നത് അല്ല കുരിശ്, മരണം മാറ്റാനുള്ളതാ കുരിശ്. ദൈവത്തിന്റെ വിചാരം എന്താണ്? നിന്റെ ശവപ്പെട്ടി കൊണ്ടുവന്നിട്ട് കുറിയലായുസം പറഞ്ഞ് വിടാനല്ല. ഹല്ലേലൂയ. യേശു ഭൂമി തൊട്ട് ഒന്നെങ്കിൽ യേശു ചുമ്മാ നോണ പറഞ്ഞു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല, ഒരു നാളും മരിക്കയില്ല, ഒരു നാളും മരിക്കയില്ല. പ്രിയപ്പെട്ടവരെ, വചനം അതിന്റെ ഉള്ള പൊരുൾ മുഴുവൻ പിടികിട്ടാതെ പിശാച് പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി ജയമെടുത്തുകൊള്ളുക. ഇത് വചനത്തിന്റെ ആധികാരിക ദൂതാണ്, ഇത് നിത്യതയുടെ ദൂതാണ്, ഇത് സുവിശേഷത്തിന്റെ ദൂതാണ്, ഇത് ബൈബിളിലെ ഏക മെസ്സേജാണ്. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി. കുരിശ് ഒരു യുദ്ധത്തിന്റെ സ്ഥലമാണ്, കുരിശ് ഒരു ജയത്തിന്റെ സ്ഥലമാണ്, കുരിശ് ഒരു വിജയത്തിന്റെ സ്ഥലമാണ്. ഇതാണ് ഞങ്ങളുടെ പ്രസംഗം. അപ്പോൾ എന്താ ദൈവത്തിന്റെ മനുഷ്യനെ കുറിച്ചുള്ള വിചാരം? നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തു. എന്താ പാപം? ഒരുപാട് സമയം പറയാം, ചുരുക്കിയും പറയാം. ദൈവം മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തു. അപ്പൊ ഇവിടെ യുക്തിവാദികൾക്കൊക്കെ ഒരുപാട് സംശയമുണ്ട്. ദൈവം തമ്പുരാന്റെ ഒരു പഴം പറിച്ചു തിന്നേന് ഒരു തലമുറ മുഴുവൻ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ട് മോശമായി പോയിന്ന് ഇന്നാൾ ഒരു പുള്ളി എഴുതി വെച്ചിരിക്കുക. പിന്നെ അതിന്റെ താഴെ എഴുതിയിരിക്കുക, ഞങ്ങളുടെ ഒരു വാഴ മുഴുവൻ വെട്ടിക്കൊണ്ട് പോയാലും ഞങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ല എന്നാ ചെയ്യുന്നത്? ഒന്നും മനസ്സിലാകാത്തോണ്ടായി, ഒരു അക്ഷരം പിടികിട്ടിട്ടില്ല ഈ പുസ്തകം എന്നാ. കൂടപ്പുറപ്പെ വാഴയും പഴമൊന്നും അല്ല ഇവിടുത്തെ വിഷയം, സ്നേഹമാ വിഷയം. സാത്താൻ എന്നാ പറഞ്ഞു? സാത്താൻ പറഞ്ഞതോ നിങ്ങൾ മരിക്കില്ല നിശ്ചയം. ദൈവം പറഞ്ഞ എന്നാ? തിന്നുന്ന നാളി മരിക്കും. ദൈവം നിശ്ചയമൊന്നും ചേർത്തിട്ടില്ല. കാരണം നേര് പറയുന്നവരെന്തിനാ നിശ്ചയം ചേർക്കുന്നത്? നുണ പറയുന്നവരായി സത്യം കൂടുതലിടുന്നത്. പിള്ളേര് പറയുന്നത് കേട്ടില്ലേ, അമ്മയാണ് സത്യം. അത് പറയുമ്പോഴേ ഓർത്തോണം നുണയാണ്. നിങ്ങൾ മരിക്കില്ല നിശ്ചയം. ദൈവം തമ്പുരാൻ പറഞ്ഞാൽ തിന്നുന്ന നാളി മരിക്കുമെന്ന്. ഉടനെ ഇവരൊരു തീരുമാനം എടുത്തു, നിശ്ചയം കൂട്ടി പറഞ്ഞതായിരിക്കും ശരി. കാരണം നമ്മുടെ സ്വഭാവം അതല്ലേ. ഈ ചുമ്മാ വെറുതെ പാചകം അടിക്കുന്നവരോട് ആളുകൾ ഇഷ്ടപ്പെടത്തുള്ളൂ. നല്ല സാധനമാണോ മേടിക്കുന്നത്? കൂടുതൽ വർത്താനം പറയുന്നുള്ള സാധനമാണോ മേടിക്കുന്നത്? ഓർത്ത് നോക്കി. ഒരു പുള്ളി വീട്ടിൽ സാധനം കൊണ്ടുവന്നു, ഈ ഡയറക്റ്റ് മാർക്കറ്റ്. ഒരു 10 മിനിറ്റ് ശ്വാസം വിട്ടില്ല. എന്റെ ഓനെ അവനെ പ്രസംഗ ഫീൽഡിൽ കയറ്റിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. എന്നാ ഡയലോഗാ. ഞാൻ കുറെ നേരം കേട്ടേ ചോദിച്ചു, മോനെ ഇത് എവിടുന്നാ പഠിച്ചേ, എത്ര മാസത്തെ ട്രെയിനിങ് ആണെന്ന് ചോദിച്ചു. കാരണം ഒന്ന് ചിരിച്ചു. ഏതായാലും നിന്റെ വർത്താനം എനിക്ക് ഇഷ്ടപ്പെട്ടു, സാധനം വേണ്ടെന്ന് പറഞ്ഞു. എന്റെ മോനെ അതല്ല ഇത് കേട്ടോ, അതല്ല, ഇത് ദൈവ കൃപയുടെ ശുശ്രൂഷയാണ്.
ഞാൻ പറയാൻ വന്നത്, അപ്പൊ ഈ വർത്താനം കൂടുതൽ പറയുന്നത് കേൾക്കുമ്പോൾ മനുഷ്യൻ വീണു പോകും. ദൈവം തമ്പുരാൻ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾ തിന്നുന്നതാണ് മരിക്കും, മറ്റേ പുള്ളി തിന്നോളൂ, മരിക്കയില്ല നിശ്ചയം. അപ്പൊ ഈ വർത്താനത്തിനകത്ത് ഹൗവ അതൊക്കെ ഒന്ന് മനസ്സ് വെച്ചു. അത് ഈ വലിയ പ്രശ്നത്തിനെല്ലാം കാരണമായി. അപ്പൊ ഇവിടുത്തെ വിഷയം എന്താ? സാത്താൻ പറഞ്ഞത് നേരാണെന്ന് നീ വിശ്വസിച്ചപ്പോൾ ദൈവം പറഞ്ഞത് നുണയാന്നല്ലേ ഇതിന്റെ അർത്ഥം അല്ലേ? ഇതാ ഇവിടുത്തെ പ്രശ്നം. അല്ല പഴമല്ല, വാഴക്കൊലയല്ല വിഷയം. സാത്താൻ പറഞ്ഞത് നേരാണെന്ന് നീ വിശ്വസിച്ചപ്പോൾ ദൈവം പറഞ്ഞത് നുണയാന്നല്ലേ ഇതിന്റെ അർത്ഥം? ഇതാണ് അവിശ്വാസം, ഇതാണ് പാപം. അവിടുന്ന് പ്രശ്നം ആരംഭിച്ചു. അത് ചെയ്തിട്ടോ അതിന് പരിഹാരം അവർ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതായത് തിന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി സംഗതി പ്രശ്നമാണ്. ഉടൻ തന്നെ അവർ അതിനുള്ളൊരു ക്രമീകരണം അവർ തന്നെ ചെയ്തു. അതെന്താ? നമ്മൾ സ്വയം ചെയ്യുന്ന ക്രമീകരണത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇതാണ് മതങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാപത്തിന് പരിഹാരം സ്വയമായിട്ട് ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി. ഇത് മനസ്സിലാക്കിയ ആളുകൾ വഴി നീളെ നേർച്ചപ്പെട്ടി സ്ഥാപിച്ചു. ഏത് കരിങ്കിച്ചന്ത ഇടപാടായാലും ഒരു കുറച്ച് ഇതിലോട്ട് ഇട്ട് കഴിയുമ്പോൾ ഒരു അടക്കം മനസ്സിന്. അതിന് പഴയതിനേക്കാളൊക്കെ വലിയ പെട്ടികൾ റോട്ടിൽ സ്ഥാപിച്ചു. അതെല്ലാം ഭയങ്കര സൈക്കോളജി അല്ലേ? ബസ്സിൽ ഇരുന്നുകൊണ്ട് എറിയാം. ആരുടെ പൈസയാണെന്ന് ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയത്തില്ല. ആരുടെ ആയാലും എന്നാ പൈസ പോരെ. അപ്പൊ കുഴപ്പമില്ല, അതൊരു സുഖം കിട്ടും കുറച്ചു നേരത്തേന്. പക്ഷേ യഥാർത്ഥത്തിൽ മതം മനുഷ്യനെ ചതിക്കുകയാണ്. നിന്റെ സ്വഭാവം മാറാതെ നിന്റെ പൈസ ഇവിടെ വേണ്ടെന്ന് മതങ്ങൾ പറയുന്നില്ല. ഏത് പൈസ ആയാലും ശരിയാക്കാവെന്നുള്ള തത്വം വന്നു. ഇതെല്ലാം ഒറ്റയടിക്ക് വന്നതല്ല, ക്രമേണ വന്നതാ. മനുഷ്യൻ ഇതിനകത്ത് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, എവിടെ നേർച്ചപ്പെട്ടി സ്ഥാപിച്ചാലും പരാജയപ്പെടത്തില്ല. കാരണം മനുഷ്യർക്ക് അതുപോലെ കുറ്റബോധമുണ്ട്. എവിടെ എന്ത് പുതിയ പ്രസ്ഥാനം തുടങ്ങിയാലും തോക്കത്തില്ല. മനുഷ്യൻ അതുപോലെ ടെൻഷനുണ്ട്. അവൻ കാശിടാനും അവൻ വരാനും തയ്യാറാണ്. അപ്പൊ മനുഷ്യൻ അവന്റെ പാപത്തിന് പരിഹാരം സ്വയമായി കണ്ടെത്താൻ ആഗ്രഹിച്ചു. അതാണ് അത്തിയില കൂട്ടിത്തുന്നി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ദൈവം തമ്പുരാൻ ഒരു കാര്യം ചെയ്തു. സ്വയമേ പാപപരിഹാരത്തിന് വേണ്ടി ഒരു കാലഘട്ടം അനുവദിച്ചു കൊടുത്തു. അതാണ് ന്യായപ്രമാണ യുഗം. യാഗങ്ങൾ അർപ്പിക്കാൻ ഒരു ടൈം. ദൈവത്തിന്റെ വിചാരം അതിനപ്പുറത്താണ്. അതിലേക്ക് നമ്മൾ വരികയാണ്. ഇങ്ങനെ കുറെ കാലം മനുഷ്യൻ യാഗം കഴിച്ചു. പക്ഷെ യാഗങ്ങൾ കഴിക്കുമ്പോഴും ദൈവത്തിന്റെ പദ്ധതി അതല്ലായിരുന്നു. മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ദൈവം വേറൊരു വഴി കണ്ടിരുന്നു. അതേതാണ്? യേശുവിന്റെ കുരിശ്. ഞാൻ മുൻപോട്ട് പോകുന്നു. സങ്കീർത്തനം 40:5 പെട്ടെന്ന് വായിക്കാം. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഒരു മിനിറ്റ്, ആ വാക്യം ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഒരു മിനിറ്റ്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു, നിന്നോട് സദൃശനാരുമില്ല. അടുത്ത വാക്യം. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു. ഞാൻ അവയെ, ദൈവത്തിന്റെ വിചാരത്തെ ശ്രദ്ധിക്കണം. ദൂതിന്റെ പ്രധാന ഭാഗത്തേക്ക് കയറുന്നു. മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിചാരങ്ങളെ വിവരിച്ചു പ്രസ്താവിക്കണമെന്ന് ആ കവിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു തടസ്സം, വായിച്ചോളൂ. എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അത് എണ്ണാൻ പറ്റൂല. ഹനനയാഗവും. ഒരു മിനിറ്റ്. ദൈവത്തിന് മനുഷ്യന് വേണ്ടിയുള്ള വിചാരങ്ങൾ എണ്ണാൻ പറ്റത്തില്ല, അല്ലേ? എണ്ണാൻ പറ്റാത്ത പണമുള്ള എത്ര പേരുണ്ട് ഇന്ന് രാത്രി ഇവിടെ? അവിടെ നിന്നുകൊണ്ട് മറ്റൊരു വാക്യം ഓർത്തേ. സംഖ്യയില്ലാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ദാനങ്ങളെയും കരുതലുകളെയും എണ്ണാൻ മേലെന്ന് പറഞ്ഞാൽ അത് ഭൗതിക അല്ലെന്ന് വ്യക്തമായോ? കാരണം ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരൻ, നമ്പർ 2, നമ്പർ 3 ഇത് ആരാണെന്ന് പത്രത്തിൽ വന്നല്ലോ. അംബാനി, പ്രേംജി ഇവരൊക്കെയാണെന്ന് വന്നല്ലോ. അപ്പൊ എണ്ണാതെയാണോ അത് അറിഞ്ഞത്? എണ്ണിയത് കൊണ്ടല്ലേ ഫസ്റ്റ് സെക്കൻഡ് തീരുമാനിച്ചത്.
അപ്പോ എണ്ണാൻ മേലാത്ത ധനമുള്ള ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി ഇവിടെ? അപ്പൊ ധനമല്ല ആ വാക്യത്തിലെ മീനിങ് എന്ന് പിടികിട്ടിയോ? ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു എന്ന് പറയുന്നത് ഭൗതിക അല്ല. ഭൗതികന്റെ പുറകെ വരുന്നുണ്ടെങ്കിലും അതല്ല വിഷയം. കാരണം എണ്ണാൻ മേലാത്തത് ആർക്കാ ഉള്ള? എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് എണ്ണാമല്ലോ. അപ്പൊ മനുഷ്യ ബുദ്ധിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മേലാത്ത, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത ദൈവിക പദ്ധതി ഏതാ? ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കാമായിരുന്നു, എന്നാൽ അത് എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അടുത്ത വാക്യം, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല. ഇവിടെയാണ് കണ്ണു തുറക്കേണ്ടത്. വചനത്തിനകത്തൂടെ പോകാം. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിന്റെ വിചാരങ്ങൾ എത്ര വലിയവ. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുന്നു, ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. അപ്പൊ ദൈവത്തിന്റെ വിചാരം യാഗങ്ങളോട് ബന്ധപ്പെട്ടാണെന്ന് വരുന്നു. ശ്രദ്ധിച്ചാലും അടുത്ത വാക്യം, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഇതെന്തുവാ? മനസ്സിലാക്കി തരാം. ഒരു കുറച്ച് പേജ് അങ്ങ് മറിച്ചാൽ മതി. എബ്രായർ 10:5. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കണേ, സുവിശേഷ പ്രസംഗത്തിന്റെ കാമ്പും കൂമ്പും കാതലുമായ കാര്യമാണ് പറയാൻ പോണത്. ദൈവമേ, മനുഷ്യന് വേണ്ടിയുള്ളതിന്റെ വിചാരങ്ങൾ എത്ര വലിയത്. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കാമായിരുന്നു, എന്നാൽ അത് എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഹനനയാഗവും വഴിപാട് നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പഴയ നിയമത്തിൽ എഴുതിയ കാര്യം ഹീബ്രു നന്നായി അറിയാവുന്ന പൗലോസ് പുതിയ നിയമത്തിൽ എഴുതിയപ്പോൾ എഴുതി, ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ഇനിയും ആവേശപരമായ ഒരു പ്രസംഗത്തിലൂടെ തെളിയിക്കാൻ പറ്റാത്ത നിത്യതയുടെ ഗൗരവമേറിയ വിഷയമാണ് സംസാരിക്കാൻ പോണത്. ഒരു ശരീരം എനിക്കൊരുക്കിയിരിക്കുന്നു. ഇതെന്തുവാ? ദൈവത്തിന് മനുഷ്യന് വേണ്ടിയുള്ള വിചാരം. ഏതാണ് ശരീരം? കീർത്തിശീലയിൽ പൊതിഞ്ഞ് കാലിത്തൊഴുത്തിൽ കിടത്തിയിരിക്കുന്ന ശരീരം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ശരീരമില്ല. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു. മനുഷ്യരാരും കാണാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അദൃശ്യൻ, അരൂപി. ഞാൻ ഹോരേബിൽ നിങ്ങൾക്ക് വെളിപ്പെട്ടപ്പോൾ നിങ്ങൾ രൂപം കണ്ടോ? ഇല്ല. ഇവിടെ ഇതാ നിത്യതയിലെ നിർണയം. ഒരു ശരീരം, പുത്രൻ തമ്പുരാൻ, തൃത്വത്തിൽ മൂന്നാമൻ, രണ്ടാമൻ, മനുഷ്യ ശരീരം, കൊതുക് കടിക്കുന്ന, വിയർക്കുന്ന, വിശക്കുന്ന, തളരുന്ന, ഉറക്കം വരുന്ന ഒരു ശരീരം യേശു എടുത്തു. യേശു എടുത്തു. മനസ്സിലായെങ്കിൽ പറയണം, ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര വലിയവാ. മനസ്സിലായെങ്കിൽ പറയണം, ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര വലിയവാ. ദൈവമേ നിന്റെ വിചാരങ്ങൾ എത്ര വലിയവാ. എന്തിനെടുത്തു? എന്തിനെടുത്തു? നീ കൊള്ളേണ്ട അടി മുഴുവനും കൊള്ളുവാൻ ആ ശരീരം അവൻ എടുത്തു. ചമ്മട്ടി കൊണ്ടുള്ള വീശിയുള്ള അടി മുഴുവനും ഏറ്റെടുക്കുവാൻ ഇതാ ഒരു ശരീരം. ഓ ജീസസ്, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ തിരുവല്ല പട്ടണത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ ഉയർത്തുന്നു, ഞങ്ങൾ ഉയർത്തുന്നു, ഞങ്ങൾ ഉയർത്തുന്നു. രക്തം ജയം, രക്തം ജയം. വേലയെ സ്നേഹിക്കുന്നവർ, ആത്മാക്കളെ കുറിച്ച് ദൈവഭാരം തന്നവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊള്ളുക. ദേശത്ത് ബാധിച്ചിരിക്കുന്ന പൈശാചിക ബാധയാൽ ബന്ധിക്കപ്പെട്ട കുടുംബങ്ങളുടെ കെട്ട് വചനത്താൽ കരിഞ്ഞ് മുറിഞ്ഞ് ജനം വിടുതൽ പ്രാപിക്കുന്നത് ആത്മാവിൽ കണ്ട് പ്രാർത്ഥിച്ചു കൊള്ളുക. ഓ റിമനബ ശബാനബ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം.
ഓ റബലബബ ശബലബരബ ഹത്തുരാലബബഷ് റിബലബബ ശംദലാരിഗാരഗസിയ. ഹല്ലേലൂയ. ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്നു, ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. വചനങ്ങൾ വായിക്കുമ്പോൾ ഓർത്തോണം, നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിചാരം ഏതാണെന്ന് അറിയാമോ? തന്റെ പുത്രൻ അബ്രഹാം തന്റെ ഓമന മകനെ യാഗം കഴിക്കുവാൻ വിറകും തലയിൽ വെച്ച് ചുമപ്പിച്ചുകൊണ്ട് മല കയറുമ്പോൾ ഹൃദയത്തെ മുറിക്കുന്ന ഒരു ചോദ്യം ആ കൊച്ചു ചോദിച്ചു, അപ്പാ മൃഗം എവിടെ? ഉത്തരം, യഹോവ ഈരേ. ദൈവം കരുതി, ദൈവം കരുതി. എപ്പോൾ? അവിടെ കയറി ചെന്നപ്പോ കരുതിയിട്ടില്ല. യാഗപീഠം പണിതു, കരുതിയിട്ടില്ല. മനസ്സിൽ വിശ്വാസമുണ്ട്, കരുതുമെന്ന. ഞാൻ തമാശ പറയല്ല, ഗൗരവമുള്ളൊരു കാര്യം പറയാ. ഈ യാഗം നടന്നു കഴിഞ്ഞതുകൊണ്ട് നമുക്കറിയാം ആട്ടിൻകുട്ടി പുറകിലുണ്ടെന്ന്. പക്ഷെ അബ്രഹാമിന് അറിയായിരുന്നോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചിരിക്കരുത്. ഇന്ന് നടത്തുകയാണെങ്കിൽ നമ്മൾ വെട്ടത്തില്ല. കാരണം എന്നാ? ആട് പുറകിലുണ്ടെന്ന് നമുക്കറിയാം. ചുമ്മാ ഇങ്ങനെ പൊക്കി പിടിച്ചാ പോരെ. കാരണം നമുക്ക് സ്റ്റോറി അകത്ത് കിടപ്പുണ്ട്. ഇപ്പൊ വിളിക്കും, മോനെ വെട്ടണ്ടടാന്ന് പറയും, അപ്പൊ ഡ്രാമ ആയി പോകും. പക്ഷെ അബ്രഹാം അങ്ങനെയാണോ? അബ്രഹാം ആടിനെ മനസ്സിൽ കണ്ടിട്ടില്ല, മകന്റെ തല മുറിഞ്ഞു മാറുന്നത് മനസ്സിൽ കണ്ടു. ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നത് ലാസ്റ്റ് മൂമെന്റിലായിരിക്കും. ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നത് കത്തി ഓങ്ങി കഴിഞ്ഞായിരിക്കും. ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നത് ലാസ്റ്റ് മൊമെന്റിലാ, ലാസ്റ്റ് മൊമെന്റിലാ. നിന്റെ എല്ലാ പ്രതീക്ഷയും തീർന്നു കഴിഞ്ഞാണ്. നിന്റെ എല്ലാ പരിശ്രമങ്ങളുടെയും ഒടുവിൽ 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 എല്ലാറ്റിന്റെയും ഒടുവിൽ എല്ലാറ്റിന്റെയും ഒടുവിൽ എല്ലാ പ്രതീക്ഷകളും തീർന്നു കഴിയുമ്പോൾ ഒരാട്ടിൻകുട്ടിയുടെ കരച്ചിൽ പുറകിൽ കേൾക്കാം. ദൂതടയ്ക്ക് വേണ്ടി ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് പറയുന്നതൊക്കെ പറഞ്ഞേക്കാം. പ്രതീക്ഷ തീർന്നെന്നല്ലേ പറയുന്നേ? പ്രതീക്ഷ തീർന്നിട്ടില്ല. ആ ലാസ്റ്റ് മൂമെന്റിൽ നീ പുറകോട്ട് നോക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ നിന്റെ വീടിന്റെ പുറകിൽ ഉണ്ടായിരിക്കും, നിന്റെ കട്ടിലിന്റെ അടിയിൽ ഉണ്ടായിരിക്കും, നിന്റെ വീടിന് ചേർന്നുണ്ടായിരിക്കും, നിന്റെ ഓഫീസിന് ചേർന്നുണ്ടായിരിക്കും. ദൈവത്തിന്റെ കരുതൽ അത് ലാസ്റ്റ് മൂമെന്റിലായിരിക്കും വെളിപ്പെടുന്നത്. രക്തം ചെയ്യാം. അബ്രഹാമേ, നിന്റെ മകന് വേണ്ടി ഈ കിടക്കുന്ന ആട്ടിൻകുട്ടി ഉണ്ടല്ലോ, അത് നിന്റെ മകന് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനുമുള്ള മാനവ കുടുംബത്തിന് വേണ്ടി ഞാൻ കരുതാൻ പോകുന്ന ആട്ടിൻകുട്ടിയുടെ നിഴലാണ്. ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. വചനത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് വന്നേ ഉള്ളൂ. ഇനി ഈ വാക്യങ്ങളെല്ലാം വീണ്ടും വായിപ്പിക്കേണ്ടതാ. ബൈബിൾ ക്ലാസ് ആണെങ്കിലും ഇത് ക്ലിയർ ആകത്തുള്ളൂ. സുവിശേഷത്തിന്റെ മർമ്മം എന്റെ പ്രിയപ്പെട്ടവരെ അറിയണം. ഞങ്ങൾ ഈ പാട്ടല്ല, ഈ സൂത്രം എല്ലാം കൊണ്ടുവന്ന് വെച്ച് പാടുന്ന എന്തിനാണെന്നറിയോ? ഇത് പറയാൻ വേണ്ടിയാ, അല്ലാതെ ഇത് പാടാനല്ല. ഇത് സംഗതി മനസ്സിലാക്കണം. ഞങ്ങൾ ഈ സംഗതി എല്ലാം തട്ടിക്കൂട്ടിയത് ഈ ഒരു മെസ്സേജ് പറയാൻ വേണ്ടിയാ. മനുഷ്യനൊന്നും നിൽക്കാൻ വേണ്ടിയാ ഇതൊക്കെ വെച്ചിരിക്കുന്നേ. പ്രധാനപ്പെട്ട കാര്യം കേട്ടോണം. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം വലുതാണ്. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം വലുതാണ്. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള വിചാരം കാൽവറിയിലേക്ക് നോക്കുക. എന്റെ മോനെ, 1000 മൈക്കുകൾ ഒരുമിച്ച് കെട്ടി പറയണം. മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിചാരം കാണണമോ? കാനായിലെ കല്യാണം വീട്ടിൽ പോവുക? നോ. 5,000 ആക്കിയെടുത്ത് പോവുക? അല്ല. പിന്നെ എവിടെ പോകണം? കാൽവറി, കാൽവറി, കാൽവറി. ദൈവത്തിന് മനുഷ്യന് വേണ്ടിയുള്ള വിചാരം കാണണമോ? കാൽവറിയിലേക്ക് നോക്കുക. വാക്യം അറിയാവുന്നവരുടെ അകത്ത് ഇപ്പൊ കുറെ വാക്യം കയറി വരുന്നുണ്ട്. ഏതാ വാക്യം? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, ഏൽപ്പിച്ചു തന്നവൻ, ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ, അവനോടുകൂടെ സകലവും 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 നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഇനി 40 ഹെബ്രായർ 10:5 മുതൽ വീണ്ടും വായിക്കാം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യാം. പാപം ചെയ്ത മനുഷ്യൻ സ്വന്തം പരിശ്രമത്താൽ പാപപരിഹാരം നേടാൻ ദൈവം ഒരു പീരീഡ് അനുവദിച്ചു, ഒരു കാലഘട്ടം അനുവദിച്ചു. അതാണ് യാഗങ്ങൾ. ദൈവം അനുവദിച്ചതാ. എന്നാൽ ദൈവത്തിന് അതിൽ ഇഷ്ടമില്ലെന്നാണ് ഇപ്പൊ വായിച്ചത്.
വഴിപാടിയാകും. ദൈവത്തിനറിയാം ഇതുകൊണ്ട് ഗുണം വരത്തില്ലെന്ന്. പിന്നെന്തിനാ അനുവദിച്ചത്? മനുഷ്യന് സമാധാനമാവട്ടെ. അത് വിശദീകരിക്കേണ്ടതാ ഇതെല്ലാം. അതായത് നമ്മൾ അങ്ങ് അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഒരു വണ്ടി നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണേ മേടിച്ച് നോക്കുക നിർത്തിയുള്ളൂ. പത്രത്തിൽ കണ്ടാലും കാര്യം നടക്കത്തില്ല. പക്ഷെ എത്ര വണ്ടി മേടിച്ച് നോക്കാൻ പറ്റും ഒരാഴ്ചയിൽ? ഇതുപോലെ എല്ലാ കാര്യവും. അപ്പൊ യാഗം എഫക്റ്റീവ് ആണോ? നോക്കിയപ്പോ എല്ലാവർക്കും മനസ്സിലായല്ലോ. തുറന്ന് ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു യാഗമോ കർമ്മമോ നടത്തിയിട്ട് നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നത് പറഞ്ഞോ? പരേതൻ ആത്മത്തിന് വേണ്ടുന്ന എല്ലാം കൈക്കൊണ്ട് കർത്താവിൽ ഭാഗ്യവർണ്ണം പ്രാപിച്ചു. പരേതന്റെ ആത്മശാന്തിക്ക് വേണ്ടി അടുത്ത ആഴ്ച തൊട്ട് പ്രാർത്ഥന തുടങ്ങും. ഇനി എന്നായി തീരുന്നേ? കുറ്റമല്ല, പറയുമ്പോ അങ്ങനെ തോന്നും. പിണങ്ങരുത് പ്ലീസ്. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, വ്യക്തമാക്കുക. ഒരു മതങ്ങളെയും അല്ല ചോദിക്കുന്നത്. ഒരു സംതൃപ്തി എവിടെയെങ്കിലും കിട്ടിയോ? മരണം വരെ കർമ്മം ചെയ്തു, പാപപരിഹാരത്തെ കുറിച്ച് ബോധ്യം വന്നോ? വരികയില്ല. കാരണം മുഴുവനും ഒരുപോലെ തെറ്റാതെ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. മനുഷ്യനെ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വഴിപാട് യാഗവും നീ ഇച്ഛിച്ചില്ല. വായിച്ചോളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പിന്നെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ എന്നു അവൻ പറയുന്നു. യേശു പറയാ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. പിന്നെ ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു. ഇഷ്ടം, ഇച്ഛ, ഈ വാക്കുകളൊക്കെ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാ. ദൈവത്തിന് ഈ യാഗങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ യേശു പറഞ്ഞു, നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? കാളെ കൊന്നു, പ്രാവിനെ കൊന്നു, കോഴിയെ കൊന്നു, അല്ലെങ്കിൽ പ്രാവിനെ കൊന്നു. ദൈവം പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ല. പുത്രൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള യാഗം ഞാൻ അർപ്പിക്കാം. എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് വായിച്ചേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ, പഴയ നിയമം സ്ഥാപിക്കാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. പഴയത് നീക്കി പുതിയത് സ്ഥാപിച്ചു. യാഗങ്ങളും പെരുന്നാളുകളും വഴിപാടും ഒക്കെ ഉണ്ട്, പക്ഷെ നീക്കി. എപ്പോ? ക്രൂശിൽ. ആര്? യേശു. എന്ത് സ്ഥാപിച്ചു? വിശ്വാസമുള്ള രക്ഷ സ്ഥാപിച്ചു. ആർക്കും എവിടെയും എപ്പോൾ? എപ്പോഴും. അടുത്ത വാക്യം, ആ ഇഷ്ടത്തിൽ അവിടെയാണ് വാക്യം. അതാണ് അതിന്റെ പോയിന്റ്. ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ ഇഷ്ടത്തിൽ. ഏതിഷ്ടം? അതാ വിഷയം. വായിച്ചോളൂ. യെശയ്യാവ് 53:10. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. മതി, പ്രസംഗം നിർത്തുക. ആ ഇഷ്ടം വീട്ടിൽ പോയി ഒന്നും ധ്യാനിക്കേണ്ടി വരും. സക്കായി മരത്തെ ഇറങ്ങിയ കഥയല്ല ഈ പറയുന്നത്. ബൈബിളിന്റെ മൊത്തം സന്ദേശമായി പറയുന്നത്, നിത്യതയുടെ നിർണയങ്ങളായി പറയുന്നത്. ആ ഇഷ്ടത്തിൽ. ഏതിഷ്ടം? ദൈവത്തിന്റെ തിരുവിഷ്ടം. മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ വിചാരം. യെശയ്യാവ് 53:10. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യേശുവിനെ കുരിശിച്ചത് പീലാത്തോസ് അല്ല. യേശുവിനെ കുരിശിച്ചത് യഹൂദ സൈന്യമല്ല, പട്ടാളക്കാരല്ല. അയ്യോ എന്റെ വാക്കുകളിലെ പോരായ്മ ദൈവം നിങ്ങൾക്ക് നികത്തി തരട്ടെ. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് അത് ബോധ്യപ്പെടുത്തി തരട്ടെ. സ്തോത്രം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടോണ്ടിരിക്കുമ്പോൾ യേശുവിനെ അടിച്ചവരോട് നമുക്ക് പിണക്ക് തോന്നും, യഹൂദന്മാരോട് വിരോധം തോന്നും, പീലാത്തോസിനോട് അറപ്പ് തോന്നും, പീലാത്തോസിനെ ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങോട്ട് ദേഷ്യം വരും. എന്നാൽ നിങ്ങൾ ദയവ് ചെയ്ത് ബൈബിൾ സത്യം ഉള്ള പോലെ ഒന്ന് അറിയണം.
പീലാത്തോസ് ഒക്കെ ഈ നാടകത്തിലെ ഒരു അഭിനേതാവെന്നേ ഉള്ളൂ. ബൈബിളിന്റെ വാക്യം കേട്ടോ, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അടുത്ത വാക്യം, അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. യേശുവിന്റെ മുഖത്തെ രോമം പറിക്കുമ്പോൾ, പുറം അടിച്ചു കീറുമ്പോൾ, ചങ്കിലേക്ക് കുന്തം കുത്തി ഇറക്കുമ്പോ ചെയ്തവരോടല്ലേ നിങ്ങൾക്ക് വിരോധം? എന്നാൽ ബൈബിൾ മർമ്മം അറിയണമെങ്കിൽ അവിടെ നിച്ചൂടെ പുറകോട്ട് പോകണം. അവന് കഷ്ടം വരുത്തി, അവന് കഷ്ടം വരുത്തി. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. പിടികിട്ടുന്നുണ്ടോ? അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. അടുത്ത പ്രയോഗം വായിച്ചാട്ടെ. അവന്റെ പ്രാണൻ, യേശുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് യാഗമാകണം. മനുഷ്യ, നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരു യാഗം നടത്തി. അത് തന്റെ പുത്രനെ തന്നെയാണ്. അവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ രക്തം മൂലം പാപമോചനമുണ്ട്. ഈ സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവനെ കഷ്ടം വരുത്തി. അവന്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീരണം. നമ്മൾ വായിച്ച വചനം ഞാനൊന്ന് വിശദീകരിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ, നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരം നിങ്ങളുടെ വിചാരങ്ങളും ഉന്നതമാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തെ പ്രസാദിപ്പിക്കാനും പാപമോചനം പ്രാപിക്കാനും നിത്യത പ്രാപിക്കാനും നിങ്ങൾക്കൊരു വഴിയുണ്ട്, നിങ്ങൾക്കൊരു വിചാരമുണ്ട്. എന്നാൽ അതല്ല ദൈവത്തിന്റെ വഴി, അതല്ല ദൈവത്തിന്റെ വിചാരം. അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവപുത്രനെ തകർത്തിട്ട് നിത്യതയ്ക്ക് ഒരു വഴി തുറക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പ്ലാനാണ്. ഇത് തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുന്നവൻ ഭാഗ്യമുള്ളവൻ. കണ്ണുകളടയ്ക്കാം. തിരുവല്ല പട്ടണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സുവിശേഷ യോഗത്തിൽ എന്താണ് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള വിചാരമെന്ന് മനസ്സിലാകാത്ത ആരും ഉണ്ടാകരുത്, ഒരാൾ പോലും ഉണ്ടാകരുത്. നിങ്ങൾ കിടക്കാൻ വീടില്ലാതെ ഈ കടയുടെ തിണ്ണയിൽ കിടക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ ഇവിടെയുള്ള ആശുപത്രിയിൽ രോഗനിമിത്തം വന്നയാളാണോ? നിങ്ങൾ ഈ റോഡിലൂടെ കടഭാരം നിമിത്തം കരഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണോ? പാപഭാരം ചുമന്നുകൊണ്ട് ശവക്കല്ലറകൾ തോറും നടക്കുന്ന വ്യക്തിയാണോ? മദ്യം മയക്കുമരുന്ന് മാറി മാറി കഴിച്ച് ജീവിതത്തിന്റെ അർത്ഥം അറിയാതെ കുഴഞ്ഞിരിക്കുന്ന ആളാണോ? കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചുമുള്ള ഭാരം നിമിത്തം തകർന്ന വ്യക്തിയാണോ ഇന്ന് രാത്രി നിങ്ങൾ? ഞങ്ങൾ ഈ യോഗം പരസ്യ സ്ഥലത്ത് വെച്ചത് ഇവിടെയുള്ള ദൈവമക്കളെ കേൾപ്പിക്കാനല്ല. ഈ പട്ടണത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഈ പട്ടണത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു വേദനയുണ്ട്. ഞങ്ങൾ ഈ പട്ടണത്തിൽ താമസിക്കുന്ന ഇവിടുത്തെ പച്ചക്കറിയും മീനും മേടിക്കാനല്ല, ഇവിടെയുള്ള ആത്മാക്കളെ കുറിച്ച് ഞങ്ങൾക്കൊരു ഭാരമുണ്ട്. നിങ്ങൾ അറിയുന്നില്ല, രാത്രിയും പകലും ഇവിടെയുള്ള വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെയുള്ള മുഴുവൻ ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ യോഗം വെച്ചത്. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വിചാരമുണ്ട്, ദൈവത്തിനൊരു വഴിയുണ്ട്. അത് നിങ്ങൾ അറിയണം. അതേതാണ്? തന്റെ പുത്രനെ കാൽവറിയിൽ തകർത്തുകൊണ്ട് മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ. ഇത് വിശ്വസിച്ച് സ്വന്തമാക്കണം, അനുസരിച്ച് ജീവിക്കണം. സമർപ്പിക്കുന്നവർ ഈ സമയം മനസ്സേകാഗ്രമാക്കി പ്രാർത്ഥിച്ചാണ്. ഈ പന്തൽ നിൽക്കുന്ന ഭൂരിഭാഗം പേരും ഈ തീരുമാനം എടുത്തവരാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ എന്നെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു. എന്റെ ജീവിതം എന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ, യേശുവിന്റെ കരങ്ങളിൽ
എനിക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഇങ്ങനെ സമർപ്പിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇതൊരു വലിയ ക്രൗഡാണ്. എനിക്കെല്ലാവരെയും കാണാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന് നിങ്ങളെ കാണാം. കർത്താവിന് നിങ്ങളെ തൊടാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവരെയും തൊടാൻ പറ്റത്തില്ല. ദൈവപുത്രന്റെ കൈ വീര്യം പ്രവർത്തിക്കുന്നു, അവന്റെ കൈ ഉയർന്നിരിക്കുന്നു. അവൻ ഇന്ന് രാത്രി നിന്റെ ശിരസിൽ തൊടാൻ വിഷമയില്ല, നിന്റെ ശരീരത്തിൽ തൊടാൻ വിഷമയില്ല. നിനക്കിന്ന് അറിയത്തക്കവണ്ണം ഒരു അടയാളം തന്നു വിടാൻ കർത്താവിന് കഴിയും. ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവേ, ഇന്നേ ദിവസം എന്റെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരങ്ങൾ ഇത്ര വലുതെന്ന് തിരിച്ചറിയാൻ കൃപ തന്നതിന് നന്ദി. എന്റെ പാപവും എന്റെ ശാപവും വഹിച്ചുകൊണ്ട് യേശു എനിക്ക് പകരമായി കുരിശിൽ മരിച്ചത് ഞാൻ ഇന്ന് രാത്രി അംഗീകരിക്കുന്നു. യേശുവിനെ എന്റെ കർത്താവായി, എന്റെ രക്ഷകനും നാഥനുമായി ഞാൻ ഇന്ന് രാത്രി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ എന്റെ ജീവിതം യേശുവിനായി സമർപ്പിക്കുന്നു. ജീവനെനിക്കായി വെടിഞ്ഞ ദേവകുമാര, ജീവനെനിക്കായി വെടിഞ്ഞ ദേവകുമാര, ദേവകുമാര സർവപാപവിദൂര, ദേവകുമാര സർവപാപവിദൂര, ജീവനെനിക്കായി വെടിഞ്ഞ ദേവകുമാര.